സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. പെരുമ്പാവൂരിനടുത്ത് ചെമ്പിറക്കിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ നാടിനും അതിൻ്റെതായ സൗരഭ്യമുണ്ട്, നന്മകളുണ്ട്. ഇവിടുത്തെ നാടിനും ഇവരുടേതായ ഒരുപാട് സ്നേഹമുണ്ട്. കാരണം ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കുന്ന നാടാണ് നമ്മൾ. ഒരുപാട് ഫുട്ബോൾ കളിക്കാരുള്ള നാടാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന സത്യന്റെ കൂടെ വരെ കളിച്ചിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹം എന്താ പേരെന്താ അദ്ദേഹത്തിന്? അത് ചുമ്മാ വിടായ്യ. എന്തോ ചുമ്മാ വിടായി തട്ടിയതാ. ചുമ്മാ ബെടായി തെറ്റാണ്. എന്താ പേര്? പുള്ളിയുടെ പേര് കുഞ്ഞാമി. കളിക്കാരനായിരുന്നു, ഭയങ്കര കളിക്കാരനാ. പക്ഷെ വിടവാങ്ങല ആരംഭിച്ചിട്ടുണ്ട് പുള്ളി. അതെ, അതുകൊണ്ട് പറയുന്നില്ല. പ്രസംഗം നടത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മള് കളിക്കളത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ മുന്നിൽ നിന്നവർ അത് പറയാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. എന്തായാലും ഒരുപാട് നല്ലൊരു കയ്യടി അല്ലേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഈ നാട്ടിൽ വരാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം ഇതിനേക്കാളും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ ബമ്പർ കളിക്കണം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ചെമ്പിറക്കി ഗ്രാമത്തിലാണ്. കളി നടത്താനുള്ളത് ഇവിടുത്തെ ഉശിരൻ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഇടയിലാണ്. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പർ ആരംഭിക്കാൻ പോവുകയാണ്. ഉശിരന്മാരായ 5 പേരെ സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൽ വരുമയുമായി മലയാളത്തിൽ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗ്ഗം. ചെമ്പിറക്കയിലെ പുലിക്കുട്ടികളാണ് ഇവർ 5 പേര്. ഏതായാലും ഒന്ന് പരിചയപ്പെടാം. ചേച്ചി എന്താ പേര്? എന്റെ പേര് ശ്രീദേവി. ശ്രീദേവി എന്ത് ഞാൻ ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട് അടുത്താണോ? വീട് അടുത്ത് തന്നെയാണ്. ചേട്ടന്റെ പേരെന്താ? ചേട്ടൻ പേര് കുമാരൻ. കുമാരൻ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. കുമാരൻ ചേട്ടാ, എന്റെ കുമാരേട്ടാ എവിടെയാണ്? കുമാരേട്ടാ, കുമാരേട്ടാ എന്നാ ഉണ്ട്? രാവിലെ വല്ല ഉണ്ടാക്കി തന്നിട്ടാണ് ഇറങ്ങി വന്നത്. രാവിലെ എന്നായിരുന്നു കാപ്പിക്ക്? രാവിലെ പുട്ട്. പുട്ട്. ആരാ ചേട്ടനാണ് ഉണ്ടാക്കി? ചേച്ചി ഉണ്ടാക്കിയ പുട്ടിന്റെ കൂടെ എന്നായിരുന്നു? കടലക്കറി. ഓ, ആ കടലക്കറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വെളിച്ചമണം വരുന്നുണ്ട്. ഇന്നലത്തെ ആയിരുന്നോ? ഇന്നത്തെ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. കെട്ടിയോന്റെ കാര്യം പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിയിട്ടാണ് രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. ഇത്ര പൈസ ഒക്കെ മേടിച്ചിട്ട് കണ്ടോ ഞാൻ വീട്ടിലേക്ക് വരട്ടെ, കണ്ടോ കാശ് മേടിച്ചോണ്ടാ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, വേറെ എന്താ പരിപാടികള്? വേറെ ചെറിയ രീതിയിൽ കുട്ടികളെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ചേച്ചി വരയ്ക്കുവോ? അല്ല, പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ചിത്രങ്ങളെ വരയ്ക്കുന്നത് ചെറിയ കുട്ടികള് വരയ്ക്കാൻ കൈക്ക് വഴക്കം കിട്ടാൻ വേണ്ടിട്ട് മാത്രമായിട്ട്. മോഡേൺ ആർട്ട് മോഡേണും ചെറുതായിട്ടൊക്കെ ഉള്ളൂ, എന്നാലും വലുതായിട്ടില്ല. നമ്മള് തന്നെ പഠിച്ചതാണല്ലേ? തന്നെ പഠിച്ചതാണ്. വലിയ കാര്യമാണ്. എന്താ പേര്? അഭിത്ര. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാണ്. ആലോചിക്കുന്ന വീട് എവിടെയാ? വീട്ടിലിറങ്ങിണ്ട് അമ്മയും അനീത്തി അച്ഛനും. അച്ഛൻ ഇവിടെ ഉണ്ടോ? അവരുണ്ടോ? വന്നിട്ടുണ്ടോ? ഉണ്ട്. പാട്ട് പാടും? ചെറുതായിട്ട് പാടും. രണ്ടുപേരും പാടിക്കേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. അടിപൊളി, സൂപ്പർ. എന്താ പേര്? എന്റെ പേര് അൻസിൽ. അൻസിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ആലുവ റെയിൽവേ ലോഡിങ്ങിലാണ്. ആലുവ റെയിൽവേയിൽ ലോഡിങ്ങിലാണ്. ആ പവറിനാണ്, ആ പറച്ചിലിനാണ് ഒരു കയ്യടി, നല്ലൊരു കയ്യടി. ലോഡിങ് എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അത് ചെയ്യേണ്ട പ്രത്യേകമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. സുഖമായിട്ടിരിക്കുന്നോ? കല്യാണം കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. ഭാഗ്യവാൻ. അടുത്ത ആളുടെ കൊടുക്കൂ. എന്താ പേര്? എന്റെ പേര് സിദ്ദീഖ്. ആ വരവൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ പേര് സിദ്ദീഖ്. എന്ത് ചെയ്യുന്നു? ഞാന് സാംസങ്ങിൽ വർക്ക് ചെയ്യണ്. പറച്ചില് കേട്ടപ്പോ സാംസങ് ഈ പുള്ളിയുടെ തോന്നുമല്ലോ. ഏകദേശം അതുപോലെ തന്നെയാ. സാംസങ് ഏത് മൊബൈൽ ഫോണിന്റെ സെക്ഷനിലാ. മൊബൈൽ ഫോൺ ആണല്ലേ? ഓക്കെ, സെയിൽസിലാണോ? അതെങ്ങനെ? സെയിൽസിൽ ആണല്ലേ? ഇന്നിപ്പം പോയില്ല. ഓക്കെ, ഇന്ന് ഈ പരിപാടി ആയതുകൊണ്ട് ലീവ് എടുത്തു. അതാണ് നമ്മൾ എല്ലാം നമുക്ക് പ്രാമുഖ്യം നൽകുന്നത് തന്നെയാണ്. പണം പോയാലും നമുക്ക് പ്രോഗ്രാമാണ് മുഖ്യം. ഇതിനകത്തും പണമല്ലേ കിട്ടാൻ പോണത്? കിട്ടിയാൽ പക്ഷേ അവിടുത്തെ പണം പോകാനുള്ള അതും എല്ലാം വിഷയമാണ്. പണമാണ് മുഖ്യധാര. ഏതായാലും കലാകാരന്റെ ലുക്ക് ഉണ്ട്, ഒരു നസീർ ലുക്കൊക്കെ ഉണ്ട്. കണ്ടോ ഈ വരവൊക്കെ കണ്ടോ? ഇങ്ങനെ കാണിച്ച് കലാകാരനാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? വേറെ മിമിക്രി ഉണ്ടോ? മിമിക്രി ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല. പിന്നെ എനിക്കാണ് കുഴപ്പം. ചെയ്യുന്നേ അങ്ങോട്ട്. ഞാൻ ഒരുപാട് കാലമായി മിമിക്രി ചെയ്തിട്ട് ഞാനൊരു 12 വർഷം പ്രവാസിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് വീട്ടിലായിരുന്നു. എന്നാ ഞാനൊരു 1 വർഷത്തോളം ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട് വന്നാർന്നു. പോയാർന്നു. മിമിക്രി പറയാർന്നു. ഏതാണ് പറയുന്നത് നീ? ഞാന് നരേന്ദ്രപ്രസാദിന്റെ ഒരു സൗണ്ട് എടുത്ത് നോക്കാം. താങ്ങും. ഏകദേശം ഒരു സാമ്യമൊക്കെ വന്ന കൈയടിച്ചേ. ഒരു കൈ എനിക്കും കൂടെ വേണ്ടി ഒന്ന് അടിച്ചേ. കൈയടി ഇട്ടു. നീണ്ട 16 വർഷം നെറ്റിപ്പിളർന്ന് ചോര വീണ പൂഴിമണ്ണ് വാരിയെടുത്തിട്ട് അപ്പൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു.
കണിമംഗലം കോകിലത്തിന്റെ നാശം ഇവിടം പൂർണ്ണമാകണം. നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ട്. വേറെ ഏതാ ചെയ്യുന്നത്? വേറെ ബാലേന്ദ്രമേനോന്റെ ചെയ്യാം. അടുത്തതായി വേദിയിലേക്ക് വരുന്നു ബാലചന്ദ്ര മേനോൻ. അന്ന കൊടുത്താലും കിളിയേ. എനിക്ക് തൃപ്തിയായി എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ മനസ്സിലാക്കാൻ നിനക്ക് ആവില്ല കൂട്ട. ഇത് സത്യം, അമ്മയാണ് സത്യം. രണ്ട് സത്യം. എന്തായാലും വേറെ സ്റ്റാർ വല്ലതും ഉണ്ടോ? വേറെ അങ്ങനെ ഉണ്ട്, പക്ഷേ ലാലുവെക്സിന്റെ പണി ഒന്ന് എടുത്തു നോക്കാം. എടുത്തു നോക്കാം അങ്ങോട്ട്. ഒന്നും നോക്കണം, ആഞ്ഞു പിടിച്ചു. അപ്പൊ ഇക്കാ തുടങ്ങിയോ? പേഴ്സണലായിട്ട് പറയുക, എൻ്റെ പൊന്നു ഗോപ, ഈ ഗുജറാഹോ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ, ഒന്ന് കാണേണ്ട കാഴ്ച. ഗംഭീരമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് സീനത്ത്. സീനത്ത്. മോന്റെ പേര് മുഹമ്മദ് സിനാൻ. ആ. പിന്നെ വാപ്പിച്ചു, ഉമ്മിച്ചി, പാത്തുമ്മ, കുഞ്ഞുമരക്കാർ. ഇവിടെ വന്നിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അവര് വന്നല്ല. എന്താ പേര്? വിഷ്ണു. വിഷ്ണു. എന്താ ചെയ്യുന്നു വിഷ്ണു? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. വീട് അടുത്താണോ? ഇവിടെ അടുത്താണ്, കീൻപടി എന്ന് പറയും. അതെ, കീൻപടി. കീമ്പടി തൊട്ടടുത്ത് തന്നെ അല്ലേ? തൊട്ടടുത്ത്. ഓക്കെ ഓക്കെ. വേറെ കലാപരിപാടി എന്തെങ്കിലും ഉണ്ടോ? മിമിക്രിയാണ്. മിമിക്രി ഉണ്ട്. യെസ്. ഇവിടെ കലാകാരന്മാരുടെ കേന്ദ്രം അല്ലേ? ഇവിടെ അടുത്ത വേറെ ഏതാ സ്റ്റാർ ചെയ്യുന്നത്? നമ്മുടെ പ്രേമം എന്ന സിനിമയിലൂടെ ഹിറ്റായ വിനയ് ഫോർട്ടിന്റെ ശബ്ദമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അതിലേക്ക് മനസ്സിലായല്ലോ അല്ലേ? പറയണ്ട. പിന്നെ റോബസ്റ്റ് പഴം, അത് നമ്മളെല്ലാം കഴിക്കാവുന്ന. ആ ജോർജ് കോയ ശംഭു, അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജാവ. ജാവ വളരെ സിമ്പിളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. വേറെ ഏതാണ്? ദുൽഖർ സൽമാന്റെ ശബ്ദമാണ്. ഞാൻ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അല്ലേ? ഇങ്ങനത്തെ പറഞ്ഞല്ലേ പോണ്ട പോണ്ട പോണ്ടെന്ന് വെറുതെ മുറുക ഇങ്ങനെയൊക്കെ ഒന്ന് കമ്പ്യൂട്ടർ ആയിക്കൂടെ ഈ പറഞ്ഞ പടത്തില്ല കാട്ടിലും കൊണ്ടേക്കണം. വേറെ രാഷ്ട്രീയ നേതാക്കൾ കയ്യിലുണ്ടോ? രാഷ്ട്രീയ ആരാണ് ആദ്യം? ആദ്യം ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി. ആ, ഈ പറയുന്ന ഏത് തരത്തിലാണെങ്കിലും ശരി, എൻ്റെ പേരിൽ എന്ത് വന്നാലും, ഈ പറയുന്ന സോളാറായാലും എന്ത് കേസിലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെന്നെ കൃത്യമായിട്ട് ചെയ്തോളും. പറഞ്ഞല്ലോ, അതിന് പറഞ്ഞല്ലോ. വേറെ ആർക്കെങ്കിലും വേറെ ഏതാണ്? അടുത്ത വെള്ളാപ്പള്ളി സാർ. വെള്ളാപ്പള്ളി സാർ. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് പറയുന്ന ഈ പറയുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് നടക്കുന്നുണ്ട്. അതിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാനും നമ്മുടെ ചാനലും കൂടി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഗംഭീരാണ്. വേറെ ഏതാണ്? പ്രകൃതി ഒന്ന് രണ്ട് ശബ്ദം. പ്രകൃതി. പ്രകൃതി. എൻ്റെ കുരുവികൾ വട്ടം കൂടി നിന്ന് കരയുന്നതിൻ്റെ ഒരു ശബ്ദം. വെരി ഗുഡ്. വേറെ ഉണ്ടോ? ഒരു കുതിര ഓടി വരുന്നു. കുതിര. ആ, അപ്പോൾ വിഷ്ണു നന്നായിരുന്നു. ഒരുപാട് സന്തോഷം. കാരണം ഗംഭീരമായിട്ട് എല്ലാ സ്റ്റാറിനും ചെയ്തില്ലേ? ചെയ്തു. ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കുന്നു. ഇവിടുത്തെ തമാശയും മിമിക്രിയൊക്കെ നമ്മൾ സൈഡായിട്ട് കൊണ്ടുപോകാം. നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. സി കേരളം സൂപ്പർ ബമ്പർ കളിക്കണം അല്ലേ? സി കേരളം സൂപ്പർ ബമ്പർ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് എൻ്റെ ചോദ്യം, ആരാണ് ഈ കളിയിൽ വിജയിക്കുന്നത്? ആരാണ് കളിയിൽ ജയിക്കുന്നത്? ആരാണ് കളിയിൽ വരുന്നത്? ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ദേശീയ അവാർഡിനായി നടിക്ക് കൊടുക്കുന്ന പുരസ്കാരത്തിന്റെ പേരെന്താണ്? ഉർവശി അവാർഡ്. ഉർവശി അവാർഡ്. തീർച്ചയായിട്ടും ശരിയാണ്. എന്താണ്? ഉർവശി അവാർഡ്. സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിൽ പ്രിയങ്കരനായ സിദ്ദിഖ് കായെ. അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിൽ കളിക്കാനെത്തിയിരിക്കുന്ന പ്രിയങ്കരനായ സിദ്ദിഖാണ്. നല്ലൊരു കയ്യടി. കാരണം ഒരുപാട് കലയെ സ്നേഹിക്കുകയും കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ ഈ നാട്. ഇദ്ദേഹം ഒരു കലാകാരനാണ്. കലാകാരനാണെന്ന് ആഗ്രഹിച്ച് പണ്ട് പുള്ളി എന്താ പറയുക, ഗുരുവിൻ്റെ വായിൽ ഒരു പിടി പച്ചവെണ്ണം വാരിയിട്ട് യാത്ര തുറന്നതാണ്. അവസാനം ചെന്നെത്തിയത് കലാഭവന്റെ മുമ്പിലാണ്. ആ കഥയെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഐസും മിഠായിയൊക്കെ മേടിക്കാനുള്ള പൈസ ഒക്കെ തരൂല. അതൊക്കെ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടിച്ചു മാറ്റി. അല്ലല്ല, വാപ്പ തരാണ്. അപ്പൊ ഇവിടുന്ന് എറണാകുളം വരെ ബസ് കാശ് 1 രൂപയോളം വേണം.
അപ്പൊ അത് ഒരു കുറച്ച് ദിവസം കൂട്ടി വെച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് ഒരു രൂപ ബസ് കാശുള്ള സമയമാണ്. അപ്പൊ അന്ന് 10 രൂപക്ക് ഐസ് കിട്ടും. ഈ കോലൈസ് 10 പൈസ കിട്ടും. 10 പൈസ കിട്ടുന്ന സമയമാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്? 10-20 വർഷം. ഈ പുള്ളിക്ക് എത്ര വയസ്സുണ്ട് ശരിക്കും? 60 വയസ്സുള്ള ആളാണ്. മുടിയെ കളർ ഞാൻ 41 വയസ്സുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ബസ് കയറി നമ്മൾ നോർത്തിന്റെ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 രൂപ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തു. ഉണ്ടായിരുന്ന സംഭവമാണ്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ തിരിച്ചു വരാൻ കാശില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആ ബസ് സ്റ്റോപ്പുണ്ടല്ലോ നമ്മുടെ ടൗൺ ഹാളിന്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ്, ആ ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ മിമിക്രി കളിച്ച് അവിടെ നിന്നുകൊണ്ട് ഞാൻ കൈ കൊട്ടിയിട്ട് മിമിക്രി കളിച്ച്. ഇവിടെ നാട്ടുകാർക്കറിയില്ല സംഭവം, ഇവിടെ ആർക്കും അറിയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് മിമിക്രി കളിച്ചിട്ട് എനിക്ക് അവിടെ കൂടെ പോയവരൊക്കെ അന്ന് നമ്മുടെ കലാഭവനിൽ നവാസ്കായും അവര് അബീക്കായൊക്കെ കളിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മിമിക്രി കളിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള കാശ് കിട്ടി. ഞാൻ കലാഭവനിലേക്ക് പോയില്ല, നേരെ ഇങ്ങോട്ടും പോകുന്നു. പിന്നെ ആ പഠിക്കേട്ടും പോയുള്ള ഒരു സ്ഥലത്തേക്ക് പോയില്ല. ഏതായാലും നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. സി കേരളം സൂപ്പർ ബമ്പറിൽ കളിക്കണം, ജയിക്കണം, അത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2 പെട്ടികളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഒന്ന് പണപ്പെട്ടിയും ഒന്ന് പണിപ്പെട്ടിയും. പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പണിപ്പെട്ടിയിൽ നിന്ന് പണി എന്താണെന്ന് അറിഞ്ഞ് ആ പണിയിൽ വിജയിക്കണം. തീർച്ചയായിട്ടും ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് വായിക്കുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പണി തുടങ്ങാൻ പോവുകയാണ്. കളിക്കാൻ റെഡിയല്ലേ? റെഡി. സിദ്ദിഖിനുള്ള ആദ്യ പണി, ആദ്യ കെണി, ആദ്യ 8ന്റെ പണി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കേ, എടുത്തോളൂ. സി കേരളം സൂപ്പർ ബമ്പറിൽ കളിക്കാനെത്തിയിരിക്കുന്ന സിദ്ദിഖ്. ആദ്യത്തെ കളിയുടെ പേര്, ആദ്യത്തെ പണിയുടെ പേര്, അതെ, മുട്ട സർക്കസ്. അപ്പൊ നമ്മുടെ മുട്ട സർക്കസ് കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ സിദ്ദിഖ്? റെഡി എന്നൊക്കെ പറയുന്നത് റെഡി ആയിട്ട് നിൽക്കുകയല്ല, റെഡി എന്നൊക്കെയാ പറയുന്നത്. എന്താ അവര് പറഞ്ഞാണ് മാറ്റിയെടുത്തോളാൻ. ഞാൻ ചെന്ന് അതുമായിട്ട് തോണ്ടി മറ്റേ അല്ലേ, നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല പിന്നെ അന്ന് കലാമനി പോയി നിങ്ങളല്ലേ രക്ഷപ്പെട്ട ആളല്ലേ അല്ലേ? ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നടക്കത്തുള്ളൂ. ഏതായാലും മുട്ട സർക്കസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തലയുടെ പുറയിൽ കൈ വെക്കുക, എന്നിട്ട് മുട്ടുകൊണ്ട് മുട്ട എടുക്കുക, ഇവിടെ കൊണ്ടുപോയി വെക്കുക. അതുകൊണ്ട് ഈ കുപ്പിയുടെ മുകളിൽ 1, 2, 3, 4, 5 കുപ്പിയുണ്ട്. 5 കുപ്പിയുടെ മുകളിലും ഓരോ മുട്ട വീതം വെക്കുക. സമയം എന്ന് പറയുന്നത് എത്ര സമയം എന്നറിയോ? 120 സെക്കൻഡ് അല്ലേ? നിങ്ങൾക്കറിയോ? 120 സെക്കൻഡാണ് സമയം. 120 സെക്കൻഡിനുള്ളിൽ 5 മുട്ട വെച്ചാൽ മതി. 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം. ആദ്യത്തെ സമ്മാനം. സിദ്ദിഖ് റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം പണി. ഗെയിം ഷോട്ട്. അതിവിദഗ്ധമായി ഓരോ മുട്ടകൾ വീതം സിദ്ദിഖ് കുപ്പിയുടെ മുകളിൽ വെക്കാൻ പോയി. മുട്ട 1, 16 മുട്ടയേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഓരോ മുട്ട വീതം വെക്കുക. 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം. അടുക്കത്തെ അത് വെച്ചോ. അടുത്തത്. വെരി ഗുഡ്. ശ്രദ്ധിക്കുക, അടുത്ത മുട്ട പോകരുത്. അടുത്ത മുട്ട ടച്ച് ചെയ്യരുത്. ഒതുക്കെ. ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. ആ മുട്ട അവിടെ വെച്ച് പൊട്ടിച്ചു. ഓക്കെ. വെരി ഗുഡ്. വളരെ
വളരെ ശ്രദ്ധിച്ച് അതിവിദഗ്ധമായിട്ടാണ് സിദ്ദിഖ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 16 മുട്ടുണ്ട്, അതിനകത്ത് 2 പൊട്ടിച്ചിട്ടുണ്ട്. അതെ, വളരെ അപ്പുറത്തെ മുട്ട പോകുന്നു, തിരിച്ചു വെച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഒരൊറ്റ മുട്ട കൂടി വെച്ചാൽ സിദ്ദിഖ് 1000 രൂപയുടെ വിജയിയാകുകയാണ്. പൊട്ടി സിദ്ദിഖിന്റെ അതിവിദഗ്ധമായ കളി, 1000 രൂപയുടെ കളി. യെസ്, യെസ്, യെസ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ് സിദ്ദിഖ്. നല്ലൊരു കയ്യടി. അതെ, ആദ്യത്തെ വിജയി, ആദ്യത്തെ സമ്മാനം, ആദ്യത്തെ 1000 രൂപ സിദ്ദിഖിന് സി കേരളം സൂപ്പർ മെമ്പറിൽ. സന്തോഷമായി, 1000 രൂപ കിട്ടി. 1000 രൂപ കയ്യിലോട്ട് വേണ്ടേ? തന്ന ഉപകാരമായിരിക്കും. ഏതായാലും സിദ്ദിഖിനോടുള്ള കടം തീർക്കുകയാണ്. സി കേരളം സൂപ്പർ മെമ്പറിലെ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയി പ്രിയങ്കരനായ സിദ്ദിഖാണ്. ആദ്യത്തെ ഗെയിമിൽ സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത് 1000 രൂപയാണ്. ഏതായാലും അഭിമാനത്തോടെ സന്തോഷത്തോടെ നാട്ടുകാരുടെ സമക്ഷം ഇതാ 1000 രൂപ സിദ്ദിഖിന്. ഒരുപാട് സന്തോഷം. യെസ്, അടിപൊളി. താങ്ക് യു. ആദ്യത്തെ ഗെയിമിൽ സിദ്ദിഖ് ജയിച്ചിരിക്കുകയാണ്. അടുത്ത ഗെയിം 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ സിദ്ദിഖ് തയ്യാറല്ലേ? തയ്യാറാണോ? റെഡിയാണ്. ഓക്കെ, ഏതായാലും നോക്കാം സിദ്ദിഖിനുള്ള അടുത്ത പണി ഏതാണ്. അടുത്ത പണിയിൽ എന്ത് കെണിയാണ് സിദ്ദിഖിനെ കാത്തിരിക്കുന്നത്? എടുത്തോളൂ. അദ്ദേഹത്തിനുള്ള അടുത്ത ഗെയിം, ആ ഗെയിമിന്റെ പേരാണ് മധുര നെല്ലിക്ക. സിദ്ദിഖേ, 2000 രൂപയുടെ കളി കളിക്കാൻ പോവാണ് നമ്മള്. കളിയുടെ പേര് മധുര നെല്ലിക്ക എന്നാണ്. ഇവിടെ കുറേ നെല്ലിക്ക കൊണ്ട് വെച്ചിട്ടുണ്ട്. മധുരം ഉള്ളോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. മധുര നെല്ലിക്ക എന്നൊക്കെ നമ്മൾ പേരിട്ടിട്ടുണ്ട്. മധുരം ഉണ്ടാവും. നെല്ലിക്ക കഴിച്ച് വെള്ളം കുടിച്ചാലേ മധുരം വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും 100 സെക്കൻഡിനുള്ളിൽ 5 നെല്ലിക്ക കഴിക്കണം സിദ്ദിഖ്. 5 നെല്ലിക്ക കഴിച്ചിട്ട് അതിൻ്റെ കുരു ഇതുണ്ടോ, ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ്സിൽ കൊണ്ടുപോയിടണം. എന്നിട്ട് ഈ വെള്ളവും കുടിക്കണം. മനസ്സിലായോ? നോക്കാം. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അല്ലേ? അച്ഛൻ ഭയങ്കര കോൺഫിഡൻ്റ്, ഒരു രക്ഷയില്ല. 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡിനുള്ളിൽ 5 നെല്ലിക്ക കഴിച്ച് കുരു വിടണം. ദെൻ ഗ്ലാസ്സിനകത്തുള്ള വെള്ളം കുടിച്ചു തീർക്കണം. ഗെയിം കളിക്കാൻ റെഡിയല്ലേ സിദ്ദിഖ്? ഞാൻ റെഡി. 2000 രൂപ സമ്മാനം. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള എൻട്രിയായ 2000 രൂപയുടെ ഗെയിമാണ് നടക്കുന്നത്. സുഹൃത്തുക്കളുടെ സപ്പോർട്ടോടു കൂടി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. ഗെയിം സ്റ്റാർട്ട്. ആസ്വദിച്ച് കഴിക്കുക, ഒരു വിഷയവുമില്ല. 100 സെക്കൻഡ് സമയം. അടി അലുവയും മത്തിക്കറിയും കഴിക്കുന്ന പോലെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ആഹാ, ഒരു വിഷയവുമില്ല. 20 സെക്കൻഡ് കഴിഞ്ഞു. കയ്യടി. അതൊന്നും കഴിച്ചില്ലേ? മിണ്ടാൻ പറ്റണില്ല. 40 സെക്കൻഡ് കഴിഞ്ഞു. മുഴുവൻ കഴിക്കണം. ആസ്വദിച്ച് 3 കുരുവായി. 5 കുരുവാണ് ഇടേണ്ടത്. സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. 30 സെക്കൻഡ് കഴിഞ്ഞു. ഒരു രക്ഷയില്ല. പറ്റൂല എന്നാ പറയുന്നത്. ഒരെണ്ണോടെ കഴിച്ചാൽ മതി. 10, 9, 8,
8 7 വെള്ളം കുടിക്കണം 6 5 4 3 2 1 യെസ് 2000 രൂപയുടെ ഗെയിമിൽ സിദ്ദിഖ് വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു കയ്യടി. അപ്പൊ 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി സിദ്ദിഖിന് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിം വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ മുമ്പേ ഇപ്പൊ ഞാൻ നോർമലായി. നോർമലായി. നമുക്ക് തട്ടാം. എന്നോട് മുമ്പ് എന്താ പറഞ്ഞ ഈ വക ഇത് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പെർഫോമൻസ് വരില്ലെന്ന്. ഇതുപോലത്തെ ഗെയിമൊക്കെ തന്നു കഴിഞ്ഞാൽ എന്റെ പെർഫോമൻസ് പോയി പോകും. ഗംഭീരമായിരുന്നു അല്ലേ? ഓക്കെ. നെല്ലിക്ക കഴിക്കുമ്പോ ഈ സാറിന് നമ്മൾ നെല്ലിക്ക കഴിക്കുന്നുള്ളൂ. എന്താ കുഴപ്പമെന്നറിയാമോ? കഴിക്കാൻ കുഴപ്പമില്ല, ഇറങ്ങാനോ കുഴപ്പം. അതല്ലേ? അതിനല്ലേ വെള്ളം വെച്ചിരുന്നത്? വെള്ളം വെച്ചെന്ന് വെള്ളത്തിനൊരു പരിധി ഉണ്ടല്ലോ കുടിക്കണേന്. മാക്സിമം 1 ഗ്ലാസ് ഓർ 2 ഗ്ലാസ്. പിന്നെ വേറെ എന്തൊരു വിശേഷം? വേറെ നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് 3000 രൂപയുടെ ഗെയിമിലേക്ക് സിദ്ദിഖ് കടന്നിരിക്കുകയാണല്ലേ? ജയിക്കുമായിരിക്കും അല്ലേ? എത്ര രൂപ വരെ പോകാനാണ് താല്പര്യം? പോണോടത്തോളം പോട്ടെ. പ്രതീക്ഷകളുള്ള മനുഷ്യൻ. ഒരു 25,000 രൂപ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യാനാണ് പരിപാടി? 25,000 കിട്ടാൻ ട്രൂപ്പ് തുടങ്ങുമോ? നമ്മുടെ പിള്ളേരെ കഴിഞ്ഞിട്ട് നമുക്ക് ആളുള്ളൂ. അതുള്ളൂ. പിള്ളേരെ വിട്ടിട്ടുള്ള ഇടപാടില്ല. അതാണ് സിദ്ദിഖിന്റെ ജീവിതമൊക്കെ ഈ ഗ്രൗണ്ടാ അല്ലേ? അതെ ഗ്രൗണ്ട് തന്നെയാണ്. സിദ്ദിഖാണ് ഇവിടുത്തെ മിക്ക പിള്ളേരുടെ ജീവിതം ഗ്രൗണ്ട് തന്നെയാണ്. അതെന്താണ് ഈ ഒരു നാടിന്റെ ഒരു പ്രത്യേകത? ഫുട്ബോളാണ്. എല്ലാവർക്കും ഈ കളി നടന്നപ്പോഴൊക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടാറുണ്ടായിരുന്നു? ഒത്തുകൂടാറുണ്ട്. ഒരു കളി ഉണ്ടായി, അത് നല്ല രീതിയിൽ നടന്നു. അതെ അല്ലേ? എത്ര പേരുണ്ട് നിങ്ങൾ ഇവിടെ? അങ്ങനെ പല ഗ്യാങ്ങുകളും ഉണ്ട് ഇവിടെ. ആണല്ലേ? അർജന്റീന ഫാൻസ് ഉണ്ട്, പിന്നെ ബ്രസീൽ ഫാൻസ് ഉണ്ട്. എല്ലാവരും ഇവിടെ മികച്ചു നിൽക്കുന്ന ആരാണ്? അത് പറയാൻ പറ്റൂല. ഓക്കെ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലേ? ഏതായാലും സിദ്ദിഖിന് 25,000 കിട്ടട്ടെ, സൂപ്പർ ബമ്പർ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥ പ്രാർത്ഥന. പുള്ളി പറഞ്ഞത്, ഞാൻ ചോദിച്ചു 25,000 കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പിള്ളേർ കഴിഞ്ഞിട്ട് ഉള്ളെന്നാ പുള്ളി പറയുന്നത്. അത് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഈ നാടിന്റെ പേര് ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ചെമ്പരക്ക്. അതാണ്. ഏതായാലും നമുക്ക് കളിയിലേക്ക് പോകാം. കാരണം ഒരുപാട് നന്മയുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്രയും നല്ല സുഹൃത്തുക്കളുള്ള ഈ നാട്ടിൽ വരാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? ഏതായാലും അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഒരെണ്ണം എടുക്കാം അല്ലേ? ഒരെണ്ണം എടുക്കാം. ഇത്തവണ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഒരെണ്ണം എടുപ്പിച്ചാലോ? എല്ലാ പണിയും നിങ്ങൾക്ക് പണിയാന്നാ പറയുന്നത്. നാട്ടുകാരിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് അറിയാം. ആരെയും ഒരാളെ വിളിക്കാം. ഭാഗ്യമുള്ളോ ആർക്കാണ് നമുക്ക് നോക്കാം. ഒന്ന് വിളിച്ചോളൂ ആരെയും. ഓഫീസ് വാ ഓഫീസേ. ഓഫീസേ, ഏത് ഓഫീസിലാ വർക്ക് ചെയ്യുന്നേ? ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. വലിയ പുള്ളിയാണല്ലേ? എന്റെ പൊന്നേ, ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഡെവലപ്പേഷൻ? പിന്നെ ഞങ്ങളുടെ ഗോളിയാണ്. പിന്നെ ഞങ്ങളുടെ ഗോളിയാണ്. ഓക്കെ. ഒരുപാട് സന്തോഷം. ഇന്ന് പോയില്ലല്ലേ? ഇന്ന് ഹോളിഡേ ആണ്. എന്തായാലും സിദ്ദിഖ് ജയിക്കുമോ? സൂപ്പർ ബമ്പർ കിട്ടാൻ സാധ്യതയുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ ചെങ്കാണല്ലേ? കാരണം ഭയങ്കരമായിട്ട് സൗഹൃദങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടുത്തെ നാട് എന്ന് പറയുന്ന നാട്ടിലെ ഇവരെല്ലാവരും ഒത്തുകൂടുന്ന അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലാണ്. ഏതായാലും സിദ്ദിഖിന് വേണ്ടി ഒരു എടുക്കാം അല്ലേ? ഏതായാലും തീർച്ചയായിട്ടും അടുത്ത ഗെയിം സിദ്ദിഖിലുള്ള പണി 3000 രൂപയിലേക്കുള്ള എൻട്രി. അപ്പൊ അടുത്ത ഗെയിം ഏതാണെന്ന് അറിയാൻ നിങ്ങളെല്ലാം ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയല്ലേ? ഓക്കെ. അടുത്ത ഗെയിമിന്റെ പേരാണ് സ്കെയിൽ കടത്ത്. അപ്പോ 3000 രൂപയുടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിമിന്റെ പേര് സ്കെയിൽ കടത്തെന്നാണ്. 80 സെക്കൻഡാണ് ഈ ഗെയിമിനുള്ള സമയം. 80 സെക്കൻഡിനുള്ളിൽ സ്കെയില് നമ്മുടെ കുപ്പിക്കുള്ളിൽ അടിയിൽ കൂടെ കൊണ്ടുവരിക. കുപ്പി മറിഞ്ഞു പോകരുത്. അങ്ങനെ ഓരോ കുപ്പിക്കുള്ളിൽ അടിയിലൂടെ എടുത്തെടുത്ത് വെളിയിൽ കൊണ്ടുവരിക. 80 സെക്കൻഡിനുള്ളിലാണ് ഈ ഗെയിം പൂർത്തിയാക്കേണ്ടത്. ഓരോ കുപ്പിക്കകത്തും പല അളവിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ചിലതിനകത്ത് വെള്ളമില്ല. ഏതായാലും 80 സെക്കൻഡിനുള്ളിൽ സിദ്ദിഖ് ഈ ഗെയിം വിജയിക്കുകയാണെങ്കിൽ 3000 രൂപയാണ് വിജയിക്കാൻ പോകുന്നത്. ഏതായാലും തുടങ്ങാം. സ്കെയിൽ കടത്ത് ആരംഭിക്കാം. റെഡിയല്ലേ? റെഡി. ഗെയിം സ്റ്റാർട്ട്. 80 സെക്കൻഡാണ് സമയം. പതുക്കെ. ധൃതി വെക്കരുത്. പതുക്കെ. വെരി ഗുഡ്. ആദ്യത്തെ ജയിച്ചിരിക്കുകയാണ്. സ്പീഡ് കൂട്ടരുത്. ഇളക്കരുത്. ഓ, പയ്യെ. വെള്ളമില്ലാത്തതാണ്. പതുക്കെ മറിയാൻ സാധ്യതയുണ്ട്. പതുക്കെ. ഒരു കുഴപ്പമില്ല.
ജയിച്ചിരിക്കുകയാണ്. 3000 രൂപ. പടക്കണ 2000 രൂപ. 3000 രൂപയുടെ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 1000 രൂപ വന്നു. വീണ്ടും ഇതാ 2000 രൂപ. ശ്രീ കേരളം സൂപ്പർ ബമ്പറിൽ 3000 രൂപയുടെ സമ്മാനം. സിദ്ദിഖ് ഭായ് വിളിച്ചു, 3000 രൂപ കിട്ടി. അടുത്ത കളിയിലേക്ക് പോവല്ലേ? ഞാൻ റെഡിയാണ്. ഇനി നമ്മൾ തന്നെ എടുക്കാം അല്ലേ? ഞാൻ തന്നെ എടുത്തോളാം. അതിൽ 8ന്റെ പണിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, പുള്ളിക്ക് അറിയാം. ഏതായാലും നമുക്ക് നോക്കാം. സൂപ്പർ ബമ്പറിൽ ഏതാണ് അടുത്ത ഗെയിം? 5000 രൂപയുടെ ഗെയിമാണ്. യെസ്, സിദ്ദിഖ് ഭായ്ക്കുള്ള അടുത്ത ഗെയിം ചട്ടക ബാറ്റ്. എന്തോന്ന് പേരാണ് ഇത്, ചട്ടക ബാറ്റ്. ഗെയിമിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ നമുക്കൊരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. എരിയും തൊടിലിലെരിഞ്ഞു കരിഞ്ഞ കഴു
എഴുക്കോൾ ഊരാളയന്മാർവനേ മക്രിക്കൂട്ടം കച്ചേരിക്കായി സർജരി പറയും ഒരട്ടക്കുണ്ട് ഗുണത്തിൽ ചാടി ഇടവഴി വെരിവഴി ഓടി മറഞ്ഞു ഭൂതപ്രേത പിശാച് കണക്കി ഭൂമി വിളിച്ചും കാട് കുലുക്കി കൊമ്പ് കുലുക്കി കരിമരനായി വരമ്പാടോടെ കരിമ്പു കണക്കൊരു ചിന്തിയൊടിച്ചും അയ്യയ്യേ മച്ചമ്പിയേ നാടറിഞ്ഞേ കൊച്ചമ്പിയേ താങ്കണക്ക തില്ലം തില്ലം തളാങ്കണക്ക ചണ്ടമളങ്ക മേലെ കാവിൽ പൂരക്കാവടി വീലിക്കോലടി പാണ്ടി പടയടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം പടയടി മേളം കാവടി മേളം പടയടി മേളം പടയടി മേളം കാവടി മേളം കാവടി മേളം പടയടി മേളം പടയടി മേളം കാവടി മേളം സൂപ്പർ അടിപൊളി നല്ലൊരു സമ്മാനം ചട്ടുക ബാറ്റിലേക്കാണ് പോകുന്നത് കളി ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡിനുള്ളിൽ 4 ബോള് നിങ്ങൾ അടിച്ച് ഇതിനകത്ത് ഇടുക ഈ ചട്ടുകൻ വെച്ചിട്ടാണ് ബോൾ തറയിൽ അടിക്കുക എന്നിട്ട് അടിച്ച് ഇടുക ടെന്നീസ് കളി കണ്ടിട്ടില്ലേ 5000 രൂപയുടെ ഗെയിമാണ് നടക്കുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധിക്കാണ് സമയം 60 സെക്കൻഡാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ചട്ടുക ബാറ്റ് ചട്ടുകം എടുത്തോളൂ മൊത്തം പുള്ളി ഒരു ജയിൽ സെറ്റപ്പിലാ സമയം പോണു ആഞ്ഞു പിടിച്ചോ ആ യെസ് യെസ് പോയി യെസ് യെസ് ബോൾ ഇട്ടു ഒരു ബോളും കൂടി ഇട്ടാ മതി ജയിക്കാൻ ജയിക്കണം യെസ് 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 ഭാഗ്യമില്ലല്ലോ ശ്രദ്ധിക്കേ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു ജയിക്കാൻ 7 സെക്കൻഡ് ബാക്കി നിൽക്കുകയാണ് നിങ്ങൾ ജയിച്ചിരിക്കുന്നത് സി കേരളം സൂപ്പർ മെമ്പറിന്റെ 5000 രൂപയുടെ വിജയി പ്രിയങ്കരനായ സിദ്ധി 10000 രൂപയുടെ കളി കളിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 10000 രൂപയുടെ കളി സ്റ്റാർട്ട് ചെയ്യാം ഏതായാലും 10000 രൂപയുടെ കളിക്ക് പ്രിയങ്കരനായ സിദ്ദിഖ് റെഡിയാണ് ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പെർഫോമൻസ്
തുഴഞ്ഞു കളിച്ചൊരു കൂട്ടുകാർ നമ്മൾ. പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ, നാണം പൂത്ത കൗളില് പുഞ്ചിരിപ്പാ നിന്റെ ചുണ്ടില്. കാമുകനെ കണ്ട നേരം നഖം കടിക്കണ് കളം വരയ്ക്കണ്, കണ്ണോട്ടും പറയണതെന്താണ്? കള്ളമാനെ കിന്നാരം പറയണതെന്താണ്? പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ, നാണം പൂത്ത കവിളില് പുഞ്ചിരിപ്പാ നിന്റെ ചുണ്ടില്. കാമുകനെ കണ്ട നേരം നഖം കടിക്കണ് കളം വരയ്ക്കണ്, കണ്ണോട്ടും പറയണതെന്താണ്? എനിക്കള്ളമാനെ കിന്നാരം പറയണതെന്താണ്? പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ. ആ അതാണ് 10,000 രൂപയുടെ കളി കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കള്ളൻ. നമുക്ക് എടുക്കാം അല്ലേ? എടുക്കാം. എടുത്തോളൂ. ഗെയിമിന്റെ പേരാണ് ഓറഞ്ച് കൊട്ടാരം. 10,000 രൂപയുടെ കളിയാണ് ഈ കളിക്കുന്നത്. 40 സെക്കൻഡേ സമയമുള്ളൂ. ഗെയിം എന്ന് പറയുന്നത് ഒരു 3 ഓറഞ്ച് നമ്മളിങ്ങനെ 3 എണ്ണം ഇങ്ങനെ അടുക്കി വെക്കുക. അതിൻ്റെ മുകളിൽ കൊട്ടാരമായിട്ട് 5 ഓറഞ്ച് കൂടെ മുകളിൽ വെക്കുക. 3 ഓറഞ്ച് താഴെ വരിക, ഇതുപോലെ 3 ഓറഞ്ച് വരിക, അതേപടി വെക്കുക. അതിൻ്റെ മുകളിൽ എത്ര ഓറഞ്ച് വേണം? 5 എണ്ണം കൂടെ വേണം. നമുക്ക് ഗെയിമിനുള്ള സമയം എന്ന് പറയുന്നത് 40 സെക്കൻഡേ ഉള്ളൂ. അതൊരു വലിയ വിഷമകരമായ കാര്യമാണ്. ജയിക്കുകയല്ലേ? പിന്നെ ജയിക്കേണ്ട എവിടെ പോനാ? ജയിക്കും. ജയിക്കാതെ എവിടെ പോവാ? ആ കോൺഫിഡൻ്റ് ആണ് ഏറ്റവും വലിയ കാര്യം. ചേച്ചി എന്താ പേര്? എന്റെ പേര് സീനത്ത് നാസർ. സീനത്ത് നാസർ എന്ത് ചെയ്യുന്നു? തയ്യലുണ്ട്. പിന്നെ കുറേശ്ശെ കല്യാണത്തിനൊക്കെ പാട്ട് പാടാൻ പോകും. കല്യാണത്തിന്? ഏറ്റവും ദൈവമേ, സംഭവമായിരുന്നല്ലേ? പറഞ്ഞില്ലല്ലോ ആരും ഇവിടെ വന്നിരിക്കുന്ന കാര്യം. അപ്പൊ നമുക്ക് ചേച്ചിയോട് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ? എല്ലാരും കൂടുകയല്ലേ? കൂടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ. ഇതാ വരുന്നേ പെണ്ണേ, ഇതാ വരുന്നേ. കൂടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ. ഇതാ വരുന്നേ പെണ്ണേ, ഇതാ വരുന്നേ. ഏതായാലും ഒരുപാട് സന്തോഷം. സി കേരളം സൂപ്പർ ബമ്പറിന് വകയായി നല്ലൊരു സമ്മാനം, നല്ലൊരു കൈയടി. ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, കളി തുടങ്ങാൻ പോവുകയാണ്. ഓറഞ്ച് കൊട്ടാരമാണ് ഇവിടെ പണിയാൻ പോകുന്നത്. സിദ്ദീഖ്, 10,000 രൂപയുടെ അടിപൊളി കളി. റെഡിയല്ലേ? റെഡിയാണ്. ഗെയിം സ്റ്റാർട്ട്. 10,000 രൂപയുടെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഓറഞ്ച് വെക്കുക. അടിത്തറ പണിയുകയാണ് 3 ഓറഞ്ച് കൊണ്ട്. കൈയടിക്ക്. 10 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡാണ് സമയം. 40 സെക്കൻഡാണ് സമയം. 5 ഓറഞ്ചാണ് വെക്കേണ്ടത്. 30 സെക്കൻഡ്. 35. 10, 9, 8, 7, 6, 5, 4, 2, 1, 0. സംഭവം തോൽവിയായി പോയി. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സന്തോഷം മാത്രം. ഇത്ര തന്നെ എത്തിയൊക്കെ വലിയ ഭാഗ്യം. ചീട്ടുകൊട്ടാരങ്ങൾ മറിഞ്ഞു വീണേക്കാം, ഓറഞ്ച് കൊട്ടാരങ്ങൾ തകർന്നു വീണേക്കാം. പുറകോട്ടില്ല. നിങ്ങൾക്ക് നേരെ എറിയുന്ന കല്ലുകൾ നിങ്ങൾ നാഴികക്കല്ലുകളാക്കി മാറ്റൂ. അതെ, സി കേരളം സൂപ്പർ ബമ്പറുമായി നാളെ നിങ്ങളുടെ നാട്ടിലുണ്ടാവും, നിങ്ങളുടെ നഗരത്തിലുണ്ടാവും. അതുവരെ സി കേരളം സൂപ്പർ ബമ്പറിൽ നിന്ന് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് മലാക്കാരൻ.